ഗുഡ് മോർണിംഗ് USA കാനഡ ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. കാലിഫോർണിയയുടെ ഹൈസ്പീഡ് ട്രെയിനിന് പാളം വലിച്ച് ട്രംപ്. ലോസ് ഏഞ്ചൽസിനെയും സാൻ ഫ്രാൻസിസ്കോയെയും 3 മണിക്കൂർ ട്രെയിൻ യാത്രയിലൂടെ ബന്ധിപ്പിക്കുന്ന കാലിഫോർണിയയിലെ ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്കുള്ള $175 മില്യൺ ഫണ്ടിംഗ് കൂടി ട്രംപ് ഭരണകൂടം റദ്ദാക്കുന്നു. ഇതോടെ സംസ്ഥാനത്തിന്റെ ഏറെ വൈകി ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിക്ക് മറ്റൊരു തിരിച്ചടി കൂടിയായി. ഗ്രേഡ് സെപ്പറേഷൻ, ഓവർ ക്രോസിംഗ് ഡിസൈൻ ജോലികൾ, മഡേരിയ ഒരു അതിവേഗ ട്രെയിൽ സ്റ്റേഷൻ നിർമ്മിക്കൽ എന്നിവയ്ക്കുള്ള $175 മില്യൺ ധനസഹായം ചൊവ്വാഴ്ച പിൻവലിക്കുകയാണെന്നും US ഗതാഗത വകുപ്പ് അറിയിച്ചു. ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾക്കായി ഫെഡറൽ ഗ്രാന്റായി $4 ബില്യൺ ഈ വേനൽക്കാലത്തിന്റെ തുടക്കത്തിൽ റദ്ദാക്കിയതിനു പിന്നാലെയാണ് ഈ നീക്കം. ട്രംപ് ഭരണകൂടത്തിന്റെ ഈ തീരുമാനം നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ച് ജൂലൈയിൽ കാലിഫോർണിയ ധനസഹായം പിൻവലിക്കുന്നതിനെ ചോദ്യം ചെയ്ത് കേസ് ഫയൽ ചെയ്തു. ലോസ് ഏഞ്ചൽസിനെയും സാൻ ഫ്രാൻസിസ്കോയെയും 3 മണിക്കൂർ ട്രെയിൻ യാത്രയിലൂടെ ബന്ധിപ്പിക്കുവാനുള്ള 16 വർഷത്തെ ശ്രമത്തിന് ഫണ്ടിംഗ് വെട്ടിക്കുറയ്ക്കൽ തടസ്സമായിട്ടിരിക്കുന്നു. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും വേഗതയേറിയ പാസഞ്ചർ റെയിൽ സേവനം നൽകുന്ന ഒരു പദ്ധതിയാണ്. തർക്കം തുടരുന്നു. ഹാർവാർഡിൽ നിന്നും പണം ആവശ്യപ്പെട്ട് ട്രംപ്. ഡൊണാൾഡ് ട്രംപും ഹാർവാർഡും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നു. ഐവി ലീഗ് സർവകലാശാലയ്ക്ക് കോടിക്കണക്കിന് ഡോളർ ഫെഡറൽ ഫണ്ടിംഗ് പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു വ്യവസായി ഹാർവാർഡിൽ നിന്നും $500 മില്യൺ കുറയാത്ത ഒന്നും തന്റെ ഭരണകൂടം ആഗ്രഹിക്കുന്നില്ല എന്ന് ട്രംപ് നിലപാടെടുക്കുന്നു. ഹാർവാർഡുമായി ചർച്ച നടത്തരുത്, അവർ വളരെ മോശമായി പെരുമാറിയെന്നും ട്രംപ് തന്റെ വിദ്യാഭ്യാസ സെക്രട്ടറി ലിൻഡ മക്മഹോണിനോട് മന്ത്രിസഭാ യോഗത്തിൽ പറയുകയും ചെയ്തു. ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് യഹൂദ വിരുദ്ധരെ അടിച്ചമർത്താൻ ഹാർവാർഡ് വേണ്ടത്ര നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന സർക്കാരിന്റെ ആരോപണത്തിനെതിരെ മാസങ്ങളായി തർക്കം നിലനിൽക്കുകയാണ്. ഏപ്രിലിൽ ഫണ്ട് വെട്ടിക്കുറച്ചതിനെയും ട്രംപ് ഭരണകൂടത്തിനെതിരെ കേസ് നൽകിയ ആദ്യത്തെ സർവകലാശാലയെ ഹാർവാർഡ് മാറി. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ കോളേജിൽ ചേർക്കുന്നത് തടയാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്കെതിരെ അടുത്ത മാസം ഹാർവാർഡ് വീണ്ടും കോടതിയെ സമീപിച്ചിരുന്നു. സെലൻസ്കിയും പുടിനും തമ്മിൽ കാണാത്തതിന് കാരണം ഇത്. എന്തുകൊണ്ടാണ് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച് 3 വർഷമായിട്ടും അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറാകാത്തത്? പുടിൻ എന്തുകൊണ്ടാണ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്താത്തത്? അതിനൊരു ഉത്തരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കൂടിക്കാഴ്ചയ്ക്ക് വിമുഖത കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് പുടിൻ സെലൻസ്കിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അത്ര താല്പര്യം കാണിക്കാത്തത് എന്ന ചോദ്യത്തിന് മറുപടിയാണ് കാരണം അദ്ദേഹത്തിന് സെലൻസ്കിയെ ഇഷ്ടമില്ല എന്ന് വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ ട്രംപ് മറുപടി നൽകിയത്. കഴിഞ്ഞയാഴ്ച റഷ്യയും ഉക്രൈനും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കാൻ ശ്രമിക്കുകയും പിന്നീട് പുടിനുമായുള്ള ഫോൺ കോളിലൂടെ സംസാരിച്ചെന്നും എന്നാൽ കാര്യമായ പുരോഗതിയില്ലെന്നും ട്രംപ് പറഞ്ഞു. പുടിനുമായി താൻ നടത്തുന്ന ഓരോ സംഭാഷണവും നല്ലതാണെന്ന് പറഞ്ഞ ട്രംപ് നിർഭാഗ്യവശാൽ കീവിലോ മറ്റെവിടെയെങ്കിലുമോ അവർ ബോംബ് പൊട്ടിക്കുമെന്ന് തനിക്ക് അതിൽ വളരെ ദേഷ്യമുണ്ടെന്നും പറഞ്ഞു. കാനഡയിൽ എയർ ട്രാവൽ കംപ്ലൈന്റുകൾ 2028 ആകുമ്പോഴേക്കും കുത്തനെ ഉയരും. കാനഡയിൽ വിമാനയാത്രകളുമായി ബന്ധപ്പെട്ട് തീർപ്പാക്കേണ്ട പരാതികളുടെ എണ്ണം 2028 ആകുമ്പോഴേക്കും 1,26,000 വർദ്ധിക്കുമെന്ന് റിപ്പോർട്ട്. ആക്സസ് ടു ഇൻഫർമേഷൻ പ്രകാരം ഗോ പബ്ലിക്കേഷൻ ലഭിച്ച പുതിയ ഡാറ്റയിൽ എയർ ട്രാവൽ കംപ്ലൈന്റ് ബ്ലാക്ക് ലോഗ് കുത്തനെ വർദ്ധിച്ചു. 2028 ആകുമ്പോഴേക്കും 45% വരെ പരാതികളുടെ എണ്ണം ഉയരുമെന്നാണ് റിപ്പോർട്ട്. പരാതികൾ തീർപ്പാക്കുന്നതിനുള്ള CTAയുടെ രീതിയിലാണ് നീണ്ട കാലതാമസമെന്നും ആരോപണമുണ്ട്. പരാതികൾ തീർപ്പാക്കുന്നതിനുള്ള സംവിധാനം വളരെ സങ്കീർണമാണെന്നും എയർ പാസഞ്ചർ റൈറ്റ്സ് സ്ഥാപകൻ ഗാബോർ ലൂക്കാസ് പറയുന്നു. വെയിറ്റിംഗ് ലിസ്റ്റ് പരിഹരിക്കേണ്ടതുണ്ട് എന്നും വിമാനയാത്രക്കാരുടെ സംരക്ഷണം മെച്ചപ്പെടുത്താൻ സർക്കാർ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഫിൻലാൻഡിന്റെ വക്താവ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇല്ലിനോസിലെ ഗവർണറുടെ തൂക്കം നോക്കി ട്രംപ്. ചിക്കാഗോയിലെ തെരുവുകളിൽ നാഷണൽ ഗാർഡിനെ വിന്യസിക്കുന്നതിനെ ചൊല്ലിയുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് നല്ല അവസ്ഥയിലല്ല എന്ന് പ്രതികരിച്ച് ഇല്ലിനോയ്സിലെ ഡെമോക്രാറ്റിക് ഗവർണർ JB പ്രിസ്കറിന് ഭാരം കൂടുതലാണ് എന്നും ജിമ്മിൽ കൂടുതൽ സമയം ചെലവഴിക്കണമെന്ന് തിങ്കളാഴ്ച ട്രംപ് പറഞ്ഞതിനുള്ള മറുപടിയാണിത്. പ്രസിഡന്റ് സ്ഥാനത്തിനായി 2024 താൻ വിജയകരമായി പ്രചാരണം നടത്തുമ്പോൾ ഇലിനോയ്സ് ഗവർണർ തന്റെ സംസ്ഥാനത്തെ നയിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നതിൽ വളരെ തിരക്കിലായിരുന്നു എന്നും ട്രംപ് കളിയാക്കുന്നു. എന്നാൽ ട്രംപിന്റെ പുച്ഛത്തിന് ശക്തമായ മറുപടി നൽകി പ്രിസ്കർ ഭാരം സംബന്ധിച്ച ചോദ്യത്തെക്കുറിച്ച് ഒരാൾക്ക് അറിവ് ആവശ്യമാണ്. തീർച്ചയായും പ്രസിഡന്റ് തന്നെ നല്ല നിലയിലല്ല എന്നാണ് പ്രതികരിച്ചത്. ഇംഗ്ലീഷ് ടീച്ചറും ജിം ടീച്ചറും വിവാഹിതരാകുന്നു. ആരാധകരുടെ കാത്തിരിപ്പിനും വിരാമം. പോപ്പ് ഗായിക ടൈലർ സ്വിഫ്റ്റും ഫുട്ബോൾ താരം ട്രാവിസ് കെൽസും വിവാഹിതരാകുന്നു.
വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന വാർത്തകൾ ഇരുവരും ആരാധകരുമായി പങ്കുവച്ചു. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് വാർത്ത പുറത്തുവിട്ടത്. നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചറും ജിം ടീച്ചറും വിവാഹിതരാകുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് ഇരുവരും ചിത്രങ്ങൾ പങ്കുവച്ചത്. 2023 ടൈലർ സ്വിഫ്റ്റും ട്രാവൽ കെൽസും ഡേറ്റിംഗ് തുടങ്ങിയത്. കൻസാസിൽ നടന്ന സ്വിഫ്റ്റിന്റെ സംഗീത നിശയിൽ കെൽസ് പങ്കെടുത്തിരുന്നു. അന്നു മുതലാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലായത് എന്നാണ് റിപ്പോർട്ടുകൾ. വിവാഹത്തെ സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല. കോടികൾ ചെലവഴിച്ച് ടൈലർ സ്വിഫ്റ്റ് അമേരിക്കയിലെ റോഡ് ഐലൻഡിലെ ഹൈവാച്ച് എന്ന തന്റെ ആഡംബര വസതി മോടി പിടിപ്പിക്കുന്നു എന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. 14 കോടി മുടക്കി വീട് മോടി പിടിപ്പിക്കുന്നത് ട്രാവൽസ് കെൽസിനൊപ്പം അവിടെ താമസിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. രക്ഷകരായി കെൻഡക്കി സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീം. കെൻഡക്കി ഓൾഫ് കൗണ്ടിയിൽ ഹോട്ട് ടബിൽ അപകടത്തിൽപ്പെട്ട 2 വൃദ്ധ സ്ത്രീകളെ റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി. കെൻഡക്കി റിസർച്ച് ആൻഡ് റെസ്ക്യൂ ടീം പറയുന്നതനുസരിച്ച് ഓഗസ്റ്റ് 22 വെള്ളിയാഴ്ച രാത്രി 8:40 സംഭവം. 80 വയസ്സുള്ള 4 സ്ത്രീകൾ റെഡ് റിവർ ഗോർജിന് സമീപം ലെക്സിംഗ്ടണിന് ഏകദേശം 70 മൈൽ തെക്കു പടിഞ്ഞാറ് ഒരുമിച്ച് വാരാന്ത്യം ആഘോഷിക്കുന്നതിനിടെ ഹോട്ടബിൽ പ്രവേശിച്ചതായിരുന്നു. സ്ത്രീകൾ ഹോട്ടബിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിച്ചപ്പോൾ അപകടത്തിൽപ്പെടുകയായിരുന്നു എന്ന് വോൾഫ് കൗണ്ടി സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീം മേധാവി ജോൺ മെയിൻ പറഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സ്ത്രീകൾക്ക് ഹോട്ടബിൽ നിന്നും പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഹോട്ടബിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയാത്തതിനാൽ അവർ അമിതമായി ചൂടാവുകയും പിന്നീട് ബോധരഹിതരാവുകയും ചെയ്തു. അടിയന്തര സേവന ഉദ്യോഗസ്ഥർ എത്തിയാണ് ഇരുവരെയും പുറത്തേക്കെടുത്തത്. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് റിപ്പോർട്ട്. ഇനി ആനന്ദ് ട്രാവൽ പൗണ്ട് യൂറോ ഡോളർ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 117.99 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 87.69 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 101.89 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.35 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 63.35 ഇന്ത്യൻ രൂപ. മോർണിംഗ് ന്യൂസ് അവസാനിച്ചു. നന്ദി, നമസ്കാരം.